പാർട്ടികളിലും അതുപോലെ തന്നെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബീഫ് കുറുമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിലിന് പകരം വെജിറ്റബിൾ ഓയിലും എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പീസ് പട്ടയും 2 ഏലക്കായി ഒരു 3 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതേ ടേബിൾ സ്പൂൺ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ജീരകമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നല്ല എരിവുള്ള ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ നല്ല എരിവുള്ള 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല, അതായത് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ചേർക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ നല്ലതുപോലെ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഇത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ പച്ചമണക്കം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നവർ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ചൂടോടെ ഇട്ട് കൊടുക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ ആദ്യം തന്നെ ഒരു തേങ്ങൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കട്ടിയുള്ള പാലും അതുപോലെ തന്നെ കുറച്ച് നേരിയ പാൽ, അതായത് ഇളം പാലും. അപ്പോൾ ആ ഇളം പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു കപ്പോളം ഇളം പാലുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബീഫാണ്. ഞാനിപ്പോൾ ഒരു 800 ഗ്രാമോളം ബീഫ് എടുത്തിട്ടുണ്ട്. കൊട്ടോട് കൂടിയുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുലുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കറൊന്ന് മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് നമ്മുടെ ബീഫിൻ്റെ ആ ഒരു കറക്റ്റ് പാകമാകുന്നവർ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കുക്കറിൽ ഞാനിപ്പോൾ അതിൻ്റെ ആവി പുറത്ത് വന്നതിന് ശേഷം ഏകദേശം ഒരു 30 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കൽ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു 20 കാഷ്യൂ നട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് വെക്കണം. കുതിർത്ത കാഷ്യൂ നട്ടാണ്. അങ്ങനെ നമ്മുടെ ബീഫ് ഇതാ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു കാഷ്യൂ നട്ട് പേസ്റ്റില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തന്നെ മാറ്റി വെച്ച കട്ടിയുള്ള തേങ്ങാപ്പാലില്ലേ, അത് 1.5 കപ്പോളം ഉണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം.
അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കട്ടിപ്പാൽ ചേർത്തിട്ട് തിളപ്പിക്കുമ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകുന്നില്ല. കട്ടിപ്പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കാണ്ട് നിന്നാൽ ആ കറി പെട്ടെന്ന് ചീത്തയായിപ്പോവും. അപ്പോൾ എന്തായാലും ഒന്ന് തിളപ്പിക്കണം. തിളപ്പിക്കുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. എന്നാൽ ആ കറിയൊന്നും പിരിഞ്ഞു പോവില്ല. അപ്പോൾ നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തു. ഇനി വേറൊരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ അതല്ലെങ്കിൽ ഗീയോ ചൂടാക്കുക. എന്നിട്ടൊരു ചെറിയൊരു പീസ് ഉള്ളി നല്ല തിന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബീഫ് കുറുമ ഇവിടെ റെഡിയാണ്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.